ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഷാർജ സഫാരി പാർക്കിലേക്ക് പോകുവാണ്. ഇവിടെ നിന്നും ഏകദേശം 30 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ അങ്ങോട്ടേക്ക്. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ സഫാരി പാർക്കാണ് ഷാർജ സഫാരി പാർക്ക്. പോകുന്നതിനിടയിൽ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ കയറി. എന്തിനാണെന്നറിയണ്ടേ? പെട്രോൾ അടിക്കാനായിരിക്കുമെന്നല്ലേ? ബട്ട് അല്ല ഗൈസ്, പെട്രോൾ അടിക്കാനല്ല ഞങ്ങൾ കയറിയത്. ഓരോ തവണ ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴും നമുക്ക് ഓരോ പോയിൻറ്റ്സ് വീതം കിട്ടും. ആ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് പെട്രോൾ പമ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ആ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് ഞങ്ങളും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും പോയിൻറ്റ്സ് യൂസ് ചെയ്ത് വാങ്ങിക്കാവുന്ന സാധനങ്ങളാണ്. ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആണ് വാങ്ങിച്ചത്. ശരിക്കും യാത്ര ഒരു മരുഭൂമിയിൽ കൂടെ തന്നെ ആയിരുന്നു. വളരെ റെയറായിട്ട് മാത്രമേ ബിൽഡിങ്സും ഹോംസും ഒക്കെ കാണാൻ സാധിച്ചുള്ളൂ. ഇൻ മൈ ലൈഫ് ദ ജേർണി ത്രൂ ദ ഡെസേർട്ട് വാസ് ഫസ്റ്റ് ടൈം. അങ്ങനെ സഫാരി പാർക്കിലേക്ക് ഞങ്ങൾ എത്താറായി ഗൈസ്. ഏകദേശം 8 മിനിറ്റ്സ് ആണ് മാപ്പിൽ കാണിക്കുന്നത്. ആഫ്രിക്കയിലേക്ക് പോകാതെ തന്നെ ആഫ്രിക്കൻ വന്യജീവികളെ കാണാൻ സന്ദർശകരെ അനുവദിക്കുന്ന ഒരു വലിയ സഫാരി പാർക്കാണിത്. അങ്ങനെ 30 മിനിറ്റ്സ് ട്രാവലിന് ശേഷം ഞങ്ങൾ സഫാരി പാർക്കിലേക്ക് എത്തി ഗൈസ്. ഡെസേർട്ടിൽ നിർമ്മിച്ച പാർക്കായതിനാൽ ഇത്രയധികം മരങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് റിയലി ലൈക്ക് എ ഫോറസ്റ്റ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് ചെന്നു. എൻട്രൻസിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ടിക്കറ്റ് എടുക്കുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അറബികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് പൊതുവെ വീഡിയോ പിടിക്കുന്നതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും ഒരു വനം പോലെ തന്നെയായിരുന്നു ഗൈസ് അതിൻ്റെ ഉൾഭാഗം. ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി. നമ്മുടെ കേരളത്തിലെ ഉൾഭാഗങ്ങളൊക്കെ കാണുന്ന അതേ ഫീലായിരുന്നു ഈ സഫാരി പാർക്കിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ. ഞാൻ ആലോചിച്ചിരുന്നു, ഇതുപോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ എങ്ങനെ ഇവർക്ക് ഈ ഡെസേർട്ടിൽ പാർക്കിനുള്ളിൽ വളർത്താൻ സാധിക്കുന്നുവെന്ന്. ബട്ട് ഇവിടെ കണ്ടപ്പോൾ എൻ്റെ ആ ഡൗട്ടൊക്കെ മാറി. ആദ്യം ഞങ്ങൾ ചെന്നത് ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ആഫ്രിക്കൻ ബേർഡ്സ് ആണ്. ഇങ്ങനെ കുറേ നെറ്റൊക്കെ മുകളിലുണ്ട്. അവ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ആദ്യം ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അത് പേടിച്ചു പോയി. പക്ഷികളൊക്കെ ഇങ്ങനെ സ്വൈര്യവിഹാരമാണ് ഇവിടെ നടത്തുന്നത്. ആരും അതിനെ കൂട്ടിലടച്ച് വെച്ചിട്ടില്ല. പറന്നു പോകാതെ അതുങ്ങളെ നോക്കുന്നുണ്ടെങ്കിലും അതുങ്ങൾക്കിവിടെ കംപ്ലീറ്റ് സ്വാതന്ത്ര്യമുണ്ട്. ഗൈസ്, ആ കാണുന്നത് ഫ്ലമിംഗോകളാണ്. അവ കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. അവയുടെ പിങ്ക് നിറമാണ് അവയെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഉറങ്ങുവാനും ഇവയ്ക്ക് സാധിക്കും. ഈ കാണുന്നതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്ന പക്ഷികളാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലും ഇവിടെ ഉണ്ട്. അവിടെ നിന്നും ഞങ്ങൾ മറ്റ് കാഴ്ചയിലേക്ക് നടന്നു.
അവിടെ കുറച്ച് പക്ഷികളുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ അതുകളെല്ലാം പറന്നുപോയി. ഗൈസ്, ഈ കാണുന്നത് നമ്മുടെ ടിക്കറ്റാട്ടോ. ഇങ്ങനത്തെ എൻട്രി ടിക്കറ്റോട് കൂടിയേ നമ്മളെ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. നോക്കൂ ഗൈസ്, ഒരു വനത്തിൻ്റെ ഉൾഭാഗത്ത് ചെന്ന പോലെ ഇല്ലേ? എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതൊരു മരുഭൂമിയിലാണെന്ന് നമ്മൾ പാടെ മറന്നു പോകും. ആഫ്രിക്കയിലേക്ക് പോകാതെ തന്നെ ആഫ്രിക്കൻ വന്യജീവികളെ കാണാൻ സന്ദർശകരെ അനുവദിക്കുന്ന ഒരു സഫാരി പാർക്ക് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. പിന്നീട് അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും അടുത്ത കാഴ്ചയിലേക്ക് നടന്നു. പല തരത്തിലുള്ള പക്ഷികളെ അവിടെ കാണാൻ സാധിച്ചു. ഗൈസ്, ഇവിടെ ഒരാള് മണ്ണിൽ കിടന്ന് കുളിക്കുവാണ്. അവിടെ നിന്നും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. ഇതൊരു ചെറിയ മ്യൂസിയമാണ്. പക്ഷികളുടെ മുട്ടകളും അവയുടെ ഫുഡ് ഐറ്റംസും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ സ്പൈനി ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ കുറച്ച് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ കണ്ടത്. സത്യം പറഞ്ഞ സ്റ്റാച്ചു ആണെന്നാണ് വിചാരിച്ച്, ബട്ട് സൂക്ഷിച്ചു നോക്കിയാൽ അത് മൂവ് ചെയ്യുന്നത് കാണാം. ധാരാളം ആമകളുണ്ട് ഇവിടെ. അവയെ തിരിച്ചറിയാനാണെന്ന് തോന്നുന്നു. നമ്പരൊക്കെ എഴുതിയിട്ടുണ്ട് പുറത്ത്. അവയുടെ ഫുഡ് ഐറ്റംസ് എന്താണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ വലിയ ആമകളെ കാണാനാണ് പോയത്. ഇങ്ങനെ ഒരാളെ കണ്ടു. ആള് പതിയെ തല പുറത്തേക്കിട്ടു. ആൾക്ക് ഏകദേശം 70 years ഏജ് ഉണ്ട്. അവിടെ നിന്നും നെക്സ്റ്റ് കാഴ്ചകളിലേക്ക് നടന്നു. ഇവിടുത്തെ കാഴ്ചകളൊന്നും നമ്മൾ കേരളക്കാർക്ക് പുതുമയുള്ളതല്ല. അതെ ഗൈസ്, ഗോഡ്സ്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും അവരെല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ കുറെ കഴുതക്കുട്ടന്മാരെ കണ്ടു. ഇത്രയുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നടന്നു മടുത്തു ഗൈസ്. സോ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. തിരിച്ചിറങ്ങുന്നത് നമ്മൾ അവരുടെ സുവനിയർ കളക്ഷൻ്റെ ഉള്ളിലൂടെയാണ്. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമാണല്ലോ നമ്മൾ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ അനിമൽസ് റിലേറ്റഡ് ആണെന്ന് മാത്രം. ഈ ചെറിയ ചെറിയ ബാഗുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിനുശേഷം പുറത്തോട്ടിറങ്ങി. അപ്പു എന്നെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സഫാരി പാർക്കിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്. എന്തായാലും ഡെസേർട്ടിലൂടെയുള്ള യാത്ര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ വീണ്ടും ഫ്ലാറ്റിലെത്തി ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.